നമസ്കാരം, ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. 1948 6ഓളം സഖാക്കളെ MSPയുടെ പോലീസുകാർ വെടിവെച്ച് കൊന്ന മുനയംകുന്ന് എന്ന പ്രദേശത്താണ് ഞാൻ ഉള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 77 വർഷം പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാളെ മെയ് 1 മുനയംകുന്ന് രക്തസാക്ഷി ദിനം ആചരിക്കുകയാണ്. പാടിയൊടിച്ചാൽ മുനയംകുന്ന് രക്തസാക്ഷി നഗറിൽ വെച്ച് അതിൻ്റെ ഭാഗമായുള്ള പതാക ജാഥ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പതാകയാണ് അവിടെ നാളെ ഉയർത്താൻ പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. മുനയംകുന്ന് രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്ന രക്തസാക്ഷി നഗറിൽ ഉയർത്താനുള്ള രക്തപതാക മുനയംകുന്നിൽ രക്തസാക്ഷികൾ വെടിയേറ്റ് വീണ മണ്ണിൽ നിന്നും PK മോഹനിൽ നിന്ന് KK കൃഷ്ണൻ ഏറ്റുവാങ്ങി അത്ലറ്റുകൾക്ക് കൈമാറി. ചടങ്ങിൽ P അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സാബു എബ്രഹാം, P ശശിധരൻ എന്നിവർ സംസാരിച്ചു. മലയോരത്തിൻ്റെ രാജവീഥികളിലൂടെ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പാടിയോട്ടുചാൽ രക്തസാക്ഷി നഗറിലെത്തിക്കുകയും പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശി പതാക ഉയർത്തുകയും ചെയ്തു. മുനയംകുന്ന് രക്തസാക്ഷി ദിനത്തിൻ്റെ 77ാം വാർഷികമായ മെയ് 1 നാളെ റെഡ് വോളണ്ടിയർമാരുടെയും ബഹുജനങ്ങളുടെയും അകമ്പടിയോടെ വൈകുന്നേരം 5 മണിയോടുകൂടി വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി പാടിയോട്ടുചാൽ ടൗൺ ചുറ്റി രക്തസാക്ഷി നഗറിൽ സമാപിക്കുന്നതാണ്. പൊതുസമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് നാടക നൃത്തശില്പം കനലെരിയും കാലം അരങ്ങിലെത്തുന്നു. രക്തസാക്ഷി നഗറിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതാകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വന്ന് നമ്മുടെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് തലമുറ നേതാവ് KK കൃഷ്ണൻ ഏറ്റുവാങ്ങുന്നത് സംഘങ്ങൾ വഴി ജനങ്ങൾക്ക് ന്യായമായി കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം, ജനങ്ങൾക്കത് കൊടുക്കണം, അങ്ങനെ ജനങ്ങളുടെ പട്ടിണി അകറ്റണം എന്ന ന്യായമായ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെക്കുകയും എന്നാൽ അത് അംഗീകരിക്കാൻ അന്നത്തെ ജന്മിമാരും മാടമ്പിമാരും തയ്യാറാകാതെ ഇത്തരത്തിൽ അവർക്ക് ഇവിടെ ഉയർത്താൻ സാധിക്കാതിരുന്ന പതാക നമ്മളെല്ലാ വർഷവും അവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പാടിയോട്ടുചാലിൽ നമ്മൾ ഉയർത്തുകയാണ്. ഈ പതാകക്ക് ഒരുപാട് ദീർഘമേറിയ ചരിത്രം ലോകത്തുണ്ട്, ഇന്ത്യ രാജ്യത്തിനുണ്ട്, ഈ കേരളത്തിലുണ്ട്. കൈമാറി ചെറുപുഴ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിക്കും പട്ടണത്തിനും സർവോപരി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടം 1948 ജന്മിമാരുടെ പത്തായപ്പുരകളിൽ കുമിഞ്ഞുകൂടിയ നെല്ല് പാവപ്പെട്ടവന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ മനുഷ്യസ്നേഹപരമായ സമരമാണ് മുനയംകുന്ന് സമരം. ആ നീരോനാത്തമായ പോരാട്ടത്തിൽ അവകാശ സമര പോരാട്ടത്തിന്റെ വിലവീണത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീരനായ രക്തസാക്ഷികളുടെ വീരസ്മരണകളിലെത്തുന്ന മുനയംകുന്നിന്റെ രണഭൂമിയിൽ വെച്ച് വഴിത്താരകളിലൂടെ പതാകജാഥ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, 1948 കോൺഗ്രസ് ഭരണാധികാരി വർഗത്തിന്റെ ചുറ്റുപട്ടാളത്തിന്റെ വെടിയുണ്ടകളേറ്റ് ജീവത്യാഗം ചെയ്തമാരുടെ പത്തായപ്പുരകളിൽ കുമിഞ്ഞുകൂടിയ ഭക്ഷ്യധാന്യം പാവപ്പെട്ടവരെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ സമരമാണ് മുനയംകുന്ന് സമരം. ആ സമരത്തിൽ
രാവിലെ പലായനത്തിന് വേണ്ടി രാവിലെ പഠിപ്പിക്കും. സഖാക്കളെ, സുഹൃത്തുക്കളെ, മുനിയംകുന്ന് രക്തസാക്ഷി ദിനത്തിന്റെ 77ാമത് വാർഷികമാണ് നാളെ മെയ് 1 ആചരിക്കുന്നത്. അതിന്റെ മുന്നോടിയായുള്ള പതാക നമ്മൾ മുനിയംകുന്നിൽ നിന്ന് സഖാവ് KK കൃഷ്ണേട്ടൻ ഏറ്റുവാങ്ങുകയും ആ പതാകയാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 1948 മെയ് 1 പുലർകാലത്ത് അവിടെ MSPക്കാർ ക്യാമ്പ് വളഞ്ഞ് മിഷൻ ഗൺ ഉപയോഗിച്ച് തുരുതുര വെടിവെച്ചതിന്റെ ഭാഗമായിട്ട് മുനിയംകുന്നിൽ വെച്ച് PK മോഹനൻ സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് KK കൃഷ്ണൻക്ക് ഏൽപ്പിച്ച രക്തപതാക അത്തരത്തിൽ വിലയായി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഈ പതാക ഉയർത്തത് സിപിഎമ്മിന്റെ തെങ്ങും മീന സെക്രട്ടറി ചേർന്ന ശിഹാബിനെ പതാകത്തിന് വേണ്ടി ശിഹാബിനെ പഠിപ്പിക്കും. ആദ്യം ഫ്ലാഗ് സല്യൂട്ട്, അതിനുശേഷം മുദ്രാവാക്യം, അതിനുശേഷമാണ് പടക്കം പൊട്ടിക്കുക, പിന്നീട് നേതാക്കൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോരാട്ടത്തിന്റെ പടത്തലവൻ സഖാവ് കുഞ്ഞാപ്പു മാസ്റ്റർ ഉൾപ്പെടെ 6 സഖാക്കളാണ് രക്തസാക്ഷികളായത്. സഖാവ് കുഞ്ഞാപ്പു മാസ്റ്ററും അതുപോലെ കുന്നുമ്മൽ കുഞ്ഞിരാമനും ആലപ്പടമ്പിലെ 2 രക്തസാക്ഷികളാണ്. ആലപ്പടമ്പെന്ന് വന്നവരാണ്. അതുപോലെ തന്നെ പാപ്പിൻശ്ശേരി കേളുനായരും മൊടത്തറ ഗോവിന്ദൻ നമ്പ്യാരും അവർ ഓരോത്ത് നിന്ന് വന്ന സഖാക്കളായിരുന്നു. സഖാവ് KA ചിണ്ടപ്പൊതുവാൾ, അദ്ദേഹം പയ്യന്നൂരിലെ സഖാവാണ്. പനയന്തട്ട കണ്ണൻ നമ്പ്യാർ ഇവിടെ വെസ്റ്റ് എളീരിയിലെ സഖാക്കളാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒത്തുകൂടിയിട്ടും അവിടെ എത്തിച്ചേർന്നവരായിരുന്നു. അങ്ങനെ ഒത്തുചേരലിന്റെ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം നമുക്കറിയാം. പഴയ കാലമെന്ന് പറയുന്നത് ജന്മി നാട് വാഴിത്ത കാലമാണ്. പട്ടിണി കൊണ്ട് സാധാരണ ജനവിഭാഗത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിണി കിടക്കുന്ന ജനതയെ സംരക്ഷിക്കാൻ പത്തായപ്പുരയെ സൂക്ഷിച്ച നെല്ല് എടുത്ത് വിതരണം ചെയ്യാൻ, അത് പണം കൊടുത്ത് വിതരണം ചെയ്യത്തക്ക രൂപത്തിലുള്ള ആഹ്വാനമാണ് നടത്തിയത്. പല ജന്മിമാരും അതിന് അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും ഒട്ടേറെ ജന്മിമാർ അതിനെതിരായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് ബലപ്രയോഗത്തിലൂടെ തന്നെ നെല്ല് വിതരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്.
അതിന്റെ എല്ലാം പേരിൽ MSPക്കാരെ ഇറക്കിയിട്ട് നാട്ടിലെപ്പാടും വലിയ തോതിലുള്ള മർദ്ദനം അഴിച്ചുവിട്ടു. ആ മർദ്ദനത്തിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് മുനിയംകുന്നിൽ ഒത്തുചേരാനും MSPക്കാരോട് ഏറ്റുമുട്ടാനും ധൈര്യസമേതം മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായി സഖാക്കൾ ഒത്തുചേർന്നിരുന്നത്. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ആ വൈപ്പിനിയം പാറയിൽ അങ്ങനെ ഒരു യോഗം ചേർന്ന സന്ദർഭത്തിൽ അവിടെ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സംഭവവികാസങ്ങളുണ്ട്. അതിനേതാനും ദിവസം മുമ്പാണ് കോറൂർ രക്തസാക്ഷി പൊക്കൻ രക്തസാക്ഷിയാകേണ്ടി വന്നിട്ടുള്ളത്. അത് അവിടെ നമ്മുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ MSPക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രകടനം നടന്നു. ആ പ്രകടനത്തിന് നേരെയാണ് വെടിവെച്ചത്. സഖാവ് പൊക്കൻ രക്തസാക്ഷിയായി. അതുപോലെ തന്നെ ഈ വൈപ്പിനിയം പാറയിൽ നിന്നോ മുനിയംകുന്നിലേക്ക് നടന്നു വരുന്നതിന് വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ സഖാവ് കുഞ്ഞാപ്പു മാസ്റ്ററുടെ അനുമതിയോടെ കേരളത്തേക്ക് പോയിട്ടുള്ള സഖാവ് ഉന്നപ്പോടൻ കുഞ്ഞമ്പു MSPക്കാര് അന്ന് രാത്രി തന്നെ അവരുടെ കണ്ണിൽ പെട്ടപാടെ കുഞ്ഞമ്പുവിനെ രക്തസാക്ഷിയാക്കുന്ന നിലയാണ് ഉണ്ടായത്. ഈ നിലയിൽ 2 രക്തസാക്ഷിത്വത്തിന് മുമ്പുണ്ടായി. പിന്നീട് മുനിയംകുന്നിൽ 6 പേർ രക്തസാക്ഷികളായി. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശങ്ങളാകെ രക്തസാക്ഷികളുടെ നാടായിട്ട് മാറി. അതിന്റെ ഒരു ഓർമ്മ പുതുക്കുകയാണ് നമ്മൾ ഈ 77ാമത് വാർഷിക ദിനം എന്നുള്ള നിലക്ക്. നാളെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ 77 വർഷക്കാലവും തുടർച്ചയായി ഇങ്ങനെ വലിയ തോതിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. ഓരോ സന്ദർഭത്തിൽ ഓരോ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഭരണകക്ഷി എന്ന് പറയുന്നത് BJP ആണ്. ഒരു വർഗീയ പാർട്ടിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഒരു വർഗീയ പാർട്ടി രാജ്യം ഭരിച്ചാൽ എന്തൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്ന വിപത്തെന്ന് മുൻകൂട്ടി അത് ജനങ്ങളിൽ എത്തിക്കാനും എല്ലാം കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണല്ലോ CPIM-ഉം അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനവും. ആ രൂപത്തിൽ ആ കാര്യങ്ങളെല്ലാം ജനങ്ങളോട് നേരത്തെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ എതിർച്ച ഒരു യുദ്ധമുഖത്ത് നിൽക്കത്തക്ക രൂപത്തിലുള്ള അന്തരീക്ഷം കൈവന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള ഭീകരവാദികളുടെ വെടിവെപ്പ്, അതിന്റെ ഭാഗമായിട്ട് 26 പേരാണ് പടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അത് അടിച്ചമർത്തുക തന്നെ ചെയ്യണം. അത് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ അവസാനത്തെ ഭാഗമായിരിക്കണം യുദ്ധം. ആദ്യം തന്നെ യുദ്ധത്തിലൂടെയാകണം എന്ന അഭിപ്രായമല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളത് എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ രാജ്യത്തെ ഈ സന്ദർഭം ഉപയോഗിച്ചിട്ട് വർഗീയത പരത്താനും ജനങ്ങളെ അപകടകരമായ രീതിയിലേക്ക് മാറ്റി തീർക്കാനും എല്ലാമുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാം, ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, ആ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ കഴിഞ്ഞ 1-2 സന്ദർഭത്തിൽ യുദ്ധം വന്ന സമയത്ത് നമ്മളെല്ലാം രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിന്നവരാണ് നമ്മളെല്ലാവരും. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.